നമസ്കാരം. ഇന്നത്തെ ക്ലാസ് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. +1 മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം ഉണ്ട്. അതായത് ബെർണോളിസ് തിയറം. ആ ബെർണോളിസ് തിയറമാണ് ഞാൻ ഇന്നുവരെ ഡിസ്കസ് ചെയ്യുന്നത്. ബെർണോളിസ് തിയറും അതിൻ്റെ പ്രൂഫും. അപ്പോൾ ബെർണോളിസ് തിയറം ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട തിയറമാണ്. ഈ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് നമുക്കറിയാം അത് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണ്? ലെയേഴ്സ് ആയിട്ടാണ്. ഈ ഫ്ലൂയിഡ്സിലെല്ലാം ഓരോരോ ലെയേഴ്സുകളുണ്ട്. ഈ ലെയേഴ്സുകളെല്ലാം പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ലെയേഴ്സും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെയേഴ്സും പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ലിക്വിഡ് ആണെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിലും ഇതിലെല്ലാം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം മൂവ്മെൻറ്റ്, അതിൻ്റെ വെലോസിറ്റി, ആ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ, സെയിം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോവിനെ നമ്മൾ പറയും സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. സ്ട്രീം ലൈൻ ഫ്ലോ മനസ്സിലായല്ലോ. അതായത് പാർട്ടിക്കിൾസിൻ്റെ, ലിക്വിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലെയേഴ്സുകളെല്ലാം, ആ ലിക്വിഡിലുള്ള ലെയേഴ്സുകളെല്ലാം മൂവ് ചെയ്യുന്ന ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപോലെ മീൻസ് പാരലായിട്ടാണെങ്കിൽ മൂവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോവിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. ദെൻ അതിൻ്റെ വെലോസിറ്റി, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലെയേഴ്സ് പാരലായിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോവിനെ നമ്മൾ പറയുന്നതാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയും. ടർബുലൻറ്റ് ഫ്ലോയിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെ പല പല വെലോസിറ്റിയിലായിരിക്കും ഓരോ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ലെയേഴ്സ് പാരലായിട്ടും ആയിരിക്കില്ല ഫ്ലോ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ടർബുലൻറ്റ് ഫ്ലോ ആൻഡ് സ്ട്രീം ലൈൻ ഫ്ലോ. ഈ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് നമുക്ക് സ്റ്റഡി ഫ്ലോ എന്നും പറയാറുണ്ട്. സ്റ്റഡി ഫ്ലോ. ദെൻ അങ്ങനെയുള്ള ഒരു സ്റ്റഡി ഫ്ലോയിലുള്ള ഒരു ലിക്വിഡ് നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പിൽ നമ്മൾ എടുക്കുകയാണ്. അതായത് അതിൻ്റെ ഏരിയ രണ്ട് എൻഡുണ്ട്, എയും ബി എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് എൻഡുണ്ട്. അതിൻ്റെ ഏരിയ, എയുടെ ഏരിയ എന്ന് വെച്ചിരിക്കുന്നത് A1 ആണ്, ബിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ A2 ആണ്. അപ്പോൾ ഏരിയ വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെയുള്ളൊരു പൈപ്പിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് എടുക്കുകയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഡെൻസിറ്റി സെയിം ആണ്, സെയിം ലിക്വിഡ് തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ അത് ഇൻകംപ്രസിബിൾ ലിക്വിഡുമാണ്. അതായത് അപ്പോൾ നമുക്കറിയാം ഗ്യാസൊക്കെ അങ്ങനെയാണ്, ഗ്യാസ് കംപ്രസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പം സപ്പോസ് ഒരു പർട്ടിക്കുലർ മാസ് ഓഫ് ലിക്വിഡ് നമ്മൾ ഈ A1 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. അതേ എമൗണ്ട് തന്നെ ആയിരിക്കും ബി സൈഡിൽ കൂടെ ലീവ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ഔട്ട് ചെയ്ത് പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ലിക്വിഡ്, എന്തുമാത്രം എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇങ്ങോട്ട് കയറുന്നുണ്ടോ അതേ എമൗണ്ട് ഓഫ് ലിക്വിഡ് തന്നെയായിരിക്കും അത് ഫ്ലോ ഔട്ട് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ എടുക്കുന്ന ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ദെൻ എന്തുമാത്രം എമൗണ്ട് ആണ് ഇതിലേക്കുള്ളിലേക്ക് കയറുന്നത്, അതായത് ദ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ദാറ്റ് എൻറ്റേഴ്സ് ടു ദ NDA, NDAയിലേക്ക് എന്തുമാത്രം മാസ് എൻ്റർ ചെയ്യുന്നുണ്ട് അതേ മാസ് തന്നെയായിരിക്കും, അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എന്തുമാത്രം എമൗണ്ട് അതിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് അതേ എമൗണ്ട് അല്ലെങ്കിൽ അതേ മാസ് ലിക്വിഡ് ആയിരിക്കും ലീവ് ചെയ്ത് പോകുന്നു, അത് ഫ്ലോ ഔട്ട് ചെയ്ത് പോകുന്നു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മാസ് ഓഫ് ലിക്വിഡ് ഈ NDAയിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ദെൻ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ, സപ്പോസ് ഒരു ΔT എന്ന് പറഞ്ഞൊരു ടൈം ഇൻ്റർവെല്ലിൽ ഇത്രയും ഈ ഒരു ഏരിയയിലേക്ക് ഒരു പർട്ടിക്കുലർ മാസ് എൻ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതേ മാസ് തന്നെയായിരിക്കും ഇവിടെ പുറത്തേക്ക് പോകുന്നത്, അതേ അളവിലുള്ള ലിക്വിഡ് തന്നെയായിരിക്കും പുറത്തേക്കും പോകുന്നത്. അപ്പം ദ മാസ് ഓഫ് ദ ലിക്വിഡ് ദാറ്റ് എൻറ്റേഴ്സ് ടു ദ NDA ദാറ്റ് ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം മാസിൻ്റെ ഇക്വേഷൻ, ദ ഡെൻസിറ്റിയും വോളിയം ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മാസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസിൻ്റെ ഇക്വേഷൻ ആണല്ലോ. ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഇത്രയും ഒരു ഏരിയയിലേക്കാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അപ്പം ആ ഒരു ഏരിയയിലത്തെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അത് പർട്ടിക്കുലർ ΔT എന്ന് പറഞ്ഞ സമയത്തേക്കാണ് അത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സപ്പോസ് ഒരു ΔX എന്നോ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയത്തിന് എങ്ങനെ എഴുതാൻ സാധിക്കും? വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് A1 ആണ്. ദെൻ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ΔX എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ സപ്പോസ് ഒരു ΔT എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈം ഇൻ്റർവെല്ലിലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും അവിടുത്തെ വോളിയം. ദെൻ ഇൻറ്റു ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ നമ്മൾ കൺസിഡർ ചെയ്യുക. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്, അത് ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി നമുക്ക് റോ എന്ന് എടുക്കാൻ സാധിക്കും. ഇതെവിടെയാണ്? NDAയിലേക്ക് വന്നിരിക്കുന്ന ലിക്വിഡിൻ്റെ മാസ്സാണ്. ദെൻ സെയിം എമൗണ്ട് ഓഫ് മാസ് തന്നെയാണ് അത് ഫ്ലോ
ഔട്ട് ചെയ്ത് പോകുന്നതും ശരിയല്ല. അപ്പം ബിയിലുണ്ടാകുന്ന മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു A2, അവിടുത്തെ ഏരിയ A2 ആണ്. ദെൻ അവിടുത്തെ വോളിയം നമുക്കിത് ഡെൽറ്റ x1 ആണ് ഇവിടുത്തെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ x2 ആണ്. സെയിം ടൈം ഇൻ്റർവൽ ഡെൽറ്റ t ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇൻറ്റു ദെൻ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ. ദെൻ നമുക്കറിയാം ഈ ഡെൽറ്റ x/t എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് A1 ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി v1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ v1 ഇൻറ്റു റോ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം A2 ഇൻറ്റു ഇവിടുത്തെ ഡെൽറ്റ x2 ബൈ ഡെൽറ്റ t എന്ന് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി v2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ക്ലിയർ അല്ലോ? നമ്മൾ പറഞ്ഞു മാസ് ഓഫ് ദി ലിക്വിഡ് എൻറ്റേഴ്സ് അറ്റ് എ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ലിക്വിഡ് ദാറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് എൻഡ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഫോർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഫോർ A1 v1 റോ ഈസ് ഈക്വൽ ടു A2 v2 റോ എന്ന് എഴുതാം. ഓർ A1 v1 ഈസ് ഈക്വൽ ടു A2 v2 റോ രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ദിസ് ഇക്വേഷൻ, അതായത് A1 v1 ഈസ് ഈക്വൽ ടു A2 v2, ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇത് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് A1 v1 ഈസ് ഈക്വൽ ടു A2 v2. A1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ആണ്, അവിടുത്തെ വെലോസിറ്റി ആണ് v1. A2 എന്ന് പറഞ്ഞാൽ മറ്റേ എൻഡിലെ ഏരിയ ആണ്, ദെൻ അവിടുത്തെ വെലോസിറ്റി v2 ആണ്. അത് സെയിം ആയിരിക്കും. ദെൻ അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു A കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓർ A ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്ന് നമുക്ക് എഴുതാം. ഈ ഇക്വേഷനെ തന്നെ A ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു v എന്ന് എഴുതാം. അപ്പം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? A എന്ന് വെച്ചാൽ ഏരിയ ആണ്, V എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. ഈ ഏരിയയും വെലോസിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ശരിയല്ലേ? ഇപ്പം ഇവിടുത്തെ എന്താ വയ്ക്കുക? ഇവിടെ എങ്ങനെയാണ്? ഏരിയ കുറവാണ്. ഏരിയ കുറവാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏരിയയും വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ശരിയല്ലേ? ഏരിയ കൂടിയെടുത്ത് വെലോസിറ്റി കുറവായിരിക്കും, ഏരിയ കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലുമായിരിക്കും. അപ്പം ഈ ഫിഗറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഏരിയ കുറവാണ്, അവിടെ എങ്ങനെയാണ്? വെലോസിറ്റി കൂടുതലായിരിക്കും. അതേസമയം അവിടെയോ എൻ്റെ ബിയിൽ എങ്ങനെയാണ്? ഏരിയ കൂടുതലാണ്, അവിടെ വെലോസിറ്റി കുറവായിരിക്കും. നമുക്കത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു പൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ രണ്ടറ്റത്തും എന്താണ് ഏരിയ വ്യത്യാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളം പോകുന്ന ആ ഫ്ലോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീതി കുറഞ്ഞ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ ഭാഗത്തുകൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. മറ്റേ ഭാഗത്ത്, അതായത് വീതി കൂടിയ ഭാഗത്തുകൂടെ പോകുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? അവിടെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു V. ദാറ്റ് ഈസ് ദ ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. ഏരിയയും വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി നമ്മൾ പറഞ്ഞു ഈ ലിക്വിഡ് ഒരു സ്റ്റഡി ഫ്ലോയിലാണെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്ത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ് ഇരിക്കുന്ന ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. ഇത് H1 ഹൈറ്റ്, ഇവിടുത്തെ ഹൈറ്റ് കൂടുതലല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു H2 ഹൈറ്റ്. H2 ഹൈറ്റിലുമാണ് ഈ പൈപ്പ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് എനർജി ഉണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമല്ലോ. മനസ്സിലായല്ലോ? അതായത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അതുപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അത് ഇരിക്കുന്നുണ്ട്, എന്തായിരിക്കും? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ എനർജിയും കൂടെ, അതായത് പ്രഷർ എനർജിയും കൂടെ ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇവിടുന്ന്, അതായത് ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തുനിന്ന് ഹൈറ്റ് കൂടിയ ഭാഗത്തേക്കാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഒരു ചെറിയ പ്രഷറും കൂടെ കൊടുക്കണം. അപ്പം അവിടെ ഉണ്ടാകുന്ന എനർജി എന്തും കൂടെ ഉണ്ട്? പ്രഷർ എനർജിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള എനർജി ഉണ്ട്? പ്രഷർ എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പം ഈ മൂന്ന് എനർജിയും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഈ തിയറം, ബെർണോളിസ് തിയറം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ ഒരു പൈപ്പ് ഇരിപ്പുണ്ട്. ആ പൈപ്പിൻ്റെ എൻഡ് എയും ബിയും ഉണ്ട്. എൻഡ് എയിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. അവിടുത്തെ ലിക്വിഡിൻ്റെ വെലോസിറ്റി V1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ എൻഡ് ബി ആണ്. ദെൻ അതുപോലെ തന്നെ അവിടുത്തെ പ്രഷറുണ്ട്. അവിടുത്തെ പ്രഷറിനെ നമ്മൾ, ഈ ഏരിയയിലുള്ള പ്രഷറിനെ നമ്മൾ P1 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അതുപോലെ തന്നെ എൻഡ് ബി ഉണ്ട്. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. അവിടുത്തെ വെലോസിറ്റി V2 ആണ്. അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് P2 ആണ്. ദെൻ ഹൈറ്റ്, ഈ എൻഡിലെ ഹൈറ്റ് H1 ആണ്. മറ്റേ എൻഡിലെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് H2 ആണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ഇനി ഇവിടെ നടക്കുന്ന ഒരു വർക്ക്, അതായത് നമുക്കറിയാം ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കണം. അപ്പം ഈ എൻഡ് എയിലുണ്ടാകുന്ന വർക്ക്, ദാറ്റ് ഈസ് വർക്ക് ഡൺ
അറ്റ് എൻ ഡി എയിലുണ്ടാകുന്ന വർക്ക്. അപ്പോൾ എൻ ഡി എയിലുണ്ടാകുന്ന വർക്ക് നമുക്കറിയാം, വർക്കിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ ഇക്വേഷൻ. അപ്പം വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഡി എയിലുണ്ടാകുന്ന പ്രഷർ എത്രയാണ്? P1 ഇല്ലേ? P1 പ്രഷറാണ് എൻ ഡി എയിലുണ്ടാകുന്ന. അവിടുത്തെ ഏരിയ എത്രയാണ്? A1 ആണ്. അവിടുത്തെ ഏരിയ A1 ആണ്. ദെൻ ഇൻറ്റു ഡി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ എൻ ഡി എയിലുണ്ടാകുന്ന വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡെൽറ്റ x1 എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എഴുതാം ദാറ്റ് ഈസ് ഡെൽറ്റ x1. then that is equal to P1 into ഈ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇവിടുത്തെ ഏരിയ ഇത്രയാണ്, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വരുമ്പോൾ എന്തായിരിക്കും? അവിടുത്തെ വോളിയം ആയിരിക്കുമല്ലോ. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം അല്ല. അപ്പം നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ആ ചെറിയ ഏരിയയിൽ ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം, വോളിയം. അപ്പം എയിലുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് P1 ഡെൽറ്റ വി നമുക്ക് എഴുതാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് എഴുതാം എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡൺ, അതായത് വർക്ക് ഡൺ അറ്റ് എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡണ്ണ് നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. അവിടുത്തെ പ്രഷർ P2 ആണ്. ദെൻ അവിടുത്തെ ഏരിയ A2 ആണ്. ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ x2 ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് P2 ഇൻറ്റു ഇത് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു ചെറിയ ഭാഗത്തെ വോളിയം വരും. ദാറ്റ് ഈസ് ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പം എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത് P2 ഡെൽറ്റ വി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എൻ ഡി എയിലുണ്ടാകുന്ന വർക്ക് ഡണ്ണും കിട്ടി, അതുപോലെ എൻ ഡി ബിയിലുണ്ടാകുന്ന വർക്ക് ഡണ്ണും കിട്ടി. ദെൻ ദ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ഈ ഫ്ലൂയിഡിന്മേലുണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എൻ ഡി എയിലുണ്ടാകുന്ന വർക്ക് ഡൺ മൈനസ് എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എയിലെ വർക്ക് ഡൺ ഏതാണ്? P1 ഡെൽറ്റ വി ആണ്. അതുപോലെ തന്നെ ദെൻ എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P2 ഡെൽറ്റ വി ആണ്. അപ്പം നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി എഴുതാമല്ലോ. ദോർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ വി കോമൺ ആണ്, വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് എ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ. ദെൻ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടി. അപ്പോൾ ഈ വർക്ക് ഡൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ എനർജീസ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പം നമുക്കറിയാം അവിടുത്തെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഈ എൻ്റെ എയിലുണ്ടാകുന്ന കൈനറ്റിക് എനർജിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി അറ്റ് എൻ ഡി എയിലുണ്ടാകുന്ന കൈനറ്റിക് എനർജി നമുക്കറിയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? ഹാഫ് mv² ആണ്. അപ്പം എയിലുണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് m ഇൻറ്റു v1² എന്ന് എഴുതാം. അതുപോലെ തന്നെ എൻ്റെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? ദാറ്റ് ഹാഫ് m v2² എന്ന് എഴുതാൻ സാധിക്കും. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫോർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി അറ്റ് ബി മൈനസ് കൈനറ്റിക് എനർജി അറ്റ് എ ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ബിയിലെ കൈനറ്റിക് പറയുന്നത് ഹാഫ് m v2² ആണ് മൈനസ് ഹാഫ് m v1² എന്ന് എഴുതാം. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു കോമൺ ആയിട്ടുള്ള എടുത്തു v2² മൈനസ് v1² എന്ന് എഴുതാം. ദെൻ അതുപോലെ തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? mgh ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും m ഇൻറ്റു g ഇൻറ്റു എയിലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h1 ആണ്. ദെൻ അതുപോലെ തന്നെ ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, ബി എൻഡിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് mgh2 എന്ന് എഴുതാം. ദെൻ ഇവിടെ നമുക്കുണ്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ഇവിടെ mg രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്, നമ്മൾ വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് mg ഇൻറ്റു h2 മൈനസ് h1. ക്ലിയർ ആയല്ലോ? അപ്പം ഇവിടെ കൊടുത്ത വർക്ക് ഡൺ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചത്? എനർജി ചേഞ്ചിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയാണ് ഇവിടെ കൊടുത്ത വർക്ക് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത്, അതായത് എൻ്റെ എയിലുണ്ടാകുന്ന വർക്ക് ഡൺ നമുക്ക് കിട്ടി, അതുപോലെ എൻ്റെ ബിയിലുണ്ടാകുന്ന വർക്ക് ഡൺ കിട്ടി. ദെൻ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടി. ദെൻ ആ വർക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് വർക്ക് ഡൺ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ എനർജീസ് ഓഫ് ദി ഫ്ലൂയിഡ്. അപ്പം അവിടുത്തെ ഏതൊക്കെ എനർജി ഉണ്ട്?
kinetic energy ഉണ്ട്. Then change in kinetic energy നമുക്ക് കിട്ടി, that is half v2 square minus v1 square. അതുപോലെ തന്നെ potential energy അവിടെയുണ്ട്, particular height ഇരിക്കുന്നതിനുള്ള potential energy ഉണ്ട്. ആ potential energyയുടെ ചേഞ്ച് ആണ്, that is mg into h2 minus h1. Then ഇനി നിങ്ങൾ പഠിച്ചാണ്, that is by the law of conservation of energy. Energy conservation law അനുസരിച്ചിട്ട് that is net work done on the fluid that is equal to the net change in energies. നമ്മളിവിടെ എനർജി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അപ്പം ആ എനർജി ചേഞ്ചിനോട് ഈക്വൽ ആണ് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നെറ്റ് ചേഞ്ച് ഇൻ എനർജി, നെറ്റ് ചേഞ്ച് ഇൻ എനർജീസ്, നെറ്റ് ചേഞ്ച് ഇൻ എനർജീസ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് വർക്ക് ഡൺ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ആണ്. അവിടുത്തെ ചേഞ്ച് ഇൻ എനർജീസ് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ദെൻ പ്ലസ് എം ജി ഇൻറ്റു h2 മൈനസ് h1 നമുക്ക് എഴുതാം. ഇവിടെ എല്ലാം ഓർക്കണം, ഇവിടെ ഒരു ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ആ ലിക്വിഡിനൊരു ഡെൻസിറ്റി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അത് അവിടെ ഉപയോഗിക്കുന്ന ലിക്വിഡ് എങ്ങനത്തെ ലിക്വിഡാണ്? ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡുമാണ്. ദെൻ ഇനി നമുക്ക് ഇക്വേഷനിൽ എല്ലാത്തിനും യൂണിറ്റ് വോളിയം ആക്കാം. അപ്പോൾ യൂണിറ്റ് വോളിയം ആക്കണമെന്നുണ്ടെങ്കിൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഈ ഡെൽറ്റ വി കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് P1 മൈനസ് P2, ഇവിടെ ഡെൽറ്റ വി പോവും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഡിവൈഡ് ബൈ ഡെൽറ്റ വി, ദാറ്റ് ഈസ് v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് എം ബൈ ഡെൽറ്റ വി ഇൻറ്റു ജി h2 മൈനസ് h1 നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ എം ബൈ ഡെൽറ്റ വി, അതായത് മാസ് ബൈ വോളിയം. ഈ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം ഡെൻസിറ്റി. ഈ ലിക്വിഡ് എന്താണ്? ലിക്വിഡാണ്, അത് ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്. ലിക്വിഡിന് ഡെൻസിറ്റി ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. അപ്പം ഡെൻസിറ്റി നമുക്ക് റോ എന്ന് കൊടുക്കാം. ഡെൻസിറ്റി റോ ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ, v1 സ്ക്വയർ ദെൻ പ്ലസ് ഇവിടെ ഇതുപോലെ തന്നെ റോ ജി ഇൻറ്റു h2 മൈനസ് h1 എന്ന് കൊടുക്കാം. ദെൻ അത് P1 മൈനസ് P2 ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് റോ ഇൻറ്റു v2 സ്ക്വയർ, ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം, മൈനസ് ഹാഫ് റോ ഇൻറ്റു v1 സ്ക്വയർ പ്ലസ് റോ ജി h2, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക, മൈനസ് റോ ജി h1. ക്ലിയർ ആയല്ലോ? ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് P1 മൈനസ് P2 ആണ്. ദെൻ ഇനി നമുക്ക് P1 ഉം P2 അപ്പോൾ v2 v1 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള 1 ഉള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, അതായത് എൻ്റെ എയിലുള്ള ആ ടേമിനെ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തന്നെ 2 ഉള്ള, അതായത് ബി സൈഡിലുള്ള ടേമിനെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം P1 ഇവിടെ എന്തുണ്ട്? മൈനസ് ഹാഫ് റോ വി സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം പ്ലസ് ആവും, P1 പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഇവിടെ ഉണ്ട് ഒരു മൈനസ് റോ ജി h1 ഉണ്ട്, അതിപ്പുറത്തേക്ക് കൊണ്ടുവരും, therefore പ്ലസ് റോ ജി h1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് P2 ഉണ്ട്, ആ മൈനസ് P2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അപ്പോൾ പ്ലസ് P2 ആവും, P2. ദെൻ പിന്നെ ഇവിടെ മിച്ചമുള്ളത് ഹാഫ് റോ v2 സ്ക്വയർ, ദെൻ അപ്പോൾ ഇവിടെ ഉണ്ട് റോ ജി h2 ഉണ്ട് പ്ലസ് റോ ജി h2. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എൻ്റെ എയിൽ ഉണ്ടാകുന്ന പ്രഷർ എനർജി, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അത് തന്നെ ആയിരിക്കും എൻ്റെ ബിയിലും ഉണ്ടാകുന്ന പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. 3 എനർജി ഉണ്ട്, അത് എൻ്റെ എയിലും ബിയിലും എങ്ങനെയായിരിക്കും? അതായത് എൻ്റർ ചെയ്യുന്ന അതേ എനർജി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്ന എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച്, that is equal to a constant. That is equal to a constant. This is a Bernoulli's theorem. Clear അല്ലേ? അത് പ്രഷർ എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ദെൻ ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജി, ദെൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് എ ബെർണോളിസ് തിയറം. നമ്മളിത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോർ എ സ്ട്രീം ലൈൻ ഫ്ലൂയിഡ് ഫ്ലോ ദ സം ഓഫ് ദി പ്രഷർ എനർജി, ദെൻ ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. That is a Bernoulli's theorem. Bernoulli's theorem statement. That is for a streamline fluid flow, the sum of the pressure energy, then kinetic energy per unit volume, then potential energy per unit volume remains constant.
ദാറ്റ് ഈസ് ദ ബെർണോളിസ് തിയറം. അപ്പോൾ മനസ്സിലായല്ലോ Bernoulli's theorem. നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്തു, ദെൻ അത് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ളൊരു പൈപ്പാണ്, അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡാണ് അതിലുള്ളത്, അതിൻ്റെ വെലോസിറ്റി വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ അതൊരു പർട്ടിക്കുലർ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ചിരിക്കുന്നു. ദെൻ അവിടെ ഉണ്ടാകുന്ന ഓരോ എൻഡിലും ഉണ്ടാകുന്ന വർക്ക് ഡൺ കണ്ടു, ദെൻ ടോട്ടൽ വർക്ക് ഡൺ കണ്ടു. അപ്പം ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ എനർജി ഉണ്ട്? പ്രഷർ എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ദെൻ നമ്മളവിടുത്തെ കൊടുക്കുന്ന ടോട്ടൽ വർക്ക് വർക്ക് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു? എനർജി ചേഞ്ചസിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ചേഞ്ച് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ കൺസർവേഷൻ ലോ, എനർജി കൺസർവേഷൻ ലോ അനുസരിച്ചിട്ട് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ ടോട്ടൽ എനർജിയാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച്. ദെൻ പി പ്രഷറാണ്, പ്രഷർ എനർജിയാണ്, റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. ദാറ്റ് ഈസ് എ ബെർണോളിസ് തിയറം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് +1 മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതായത് ഈ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ബെർണോളിസ് തിയറം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.